ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. നിവിൻ പോളി നായകനായെത്തുന്ന ലെസ്റ്റൻ സ്റ്റീഫൻ നിർമ്മിച്ച് അരുൺ വർമ്മ സംവിധാനം ചെയ്ത സിനിമയാണല്ലോ ബേബി ഗേൾ. സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോഴത്തെ പാക്കപ്പ് ആയിരിക്കുന്നു എന്നൊരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുകയാണ്. ഈ വർഷം അവസാനത്തോടെ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കുന്നു. ഗരുഡന് ശേഷം സുരേഷ് ഗോപി നായകനായെത്തുന്ന അടുത്ത മലയാളം സിനിമയാണല്ലോ JSK. ചിത്രത്തിന്റെ ടീസർ ഇന്ന് റിലീസ് ആയിരിക്കുകയാണ്. ഈ മാസം ജൂൺ മാസം 20-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ടീസർ കട്ട് മികച്ചു നിൽക്കുന്നു. സിനിമയും മികച്ചു നിൽക്കട്ടെ എന്ന് ആശംസിക്കാം. കാത്തിരിക്കാം സിനിമയുടെ ബോക്സ് ഓഫീസ് ഉൾപ്പെടെയുള്ള അപ്ഡേറ്റുകൾക്ക്. തമിഴിൽ നിന്നും ഇന്നൊരു സിനിമയുടെ ടീസർ റിലീസ് ആയിരിക്കുന്നു. അത് മാരീഷൻ എന്ന സിനിമയുടേതാണ്. ഫഹദ് വടിവേൽ കോമ്പോയിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ടീസർ കട്ട് കഴിഞ്ഞ വർഷത്തെ മികച്ച തമിഴ് സിനിമകളിൽ ഒന്നായ മെയ്യഴകന്റെ അതേ വൈബ് നൽകുന്ന ഒന്നാണ്. കാത്തിരിക്കാം സിനിമയുടെ തിയേറ്റർ റിലീസിനായിട്ട്. തുടരും സിനിമയുടെ വലിയ വിജയത്തിന് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന അടുത്ത മലയാളം സിനിമയാണല്ലോ ടോർപേഡോ. ഫഹദ് ഫാസൽ, നെസ്ലിൻ, അർജുൻ ദാസ്, ഒപ്പം തന്നെ ഗണപതി തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഇപ്പോഴത്തെ പുനരാരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്ത 4-5 മാസങ്ങൾക്കുള്ളിൽ തന്നെ സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുമെന്നും ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള ത്രില്ലർ സിനിമയാണ് ടോർപേഡോ എന്നാണ് ഇതിനോടകം തന്നെ ബിനു ബാപ്പു സിനിമയുടെ എഴുത്തുകാരനെ അറിയിച്ചിരിക്കുന്നത്. നാളെ ജൂൺ 5-ാം തീയതി ഒരു മലയാളം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അത് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന സിനിമയാണ്. സണ്ണി വെയിൻ ഗോഡ് വേഷത്തിലെത്തുന്ന സിനിമയിൽ സൈജു കുറുപ്പ്, ഒപ്പം തന്നെ അപർണ ദാസ് തുടങ്ങിയവർ അഭിനയിക്കുന്നു. സിനിമയുടെ അഭിപ്രായങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ഈ വർഷത്തിലെ വലിയ ബ്ലോക്ക് ബസ്റ്റർ വിജയമായ തമിഴ് സിനിമയാണല്ലോ ഡ്രാഗൺ. പ്രദീപ് രംഗനാഥന്റെ സിനിമ ഇപ്പോഴത്തെ നമ്മുടെ മലയാളം TV ചാനലിലും സംപ്രേഷണം ചെയ്യാനായിട്ടിരിക്കുകയാണ്. ഏഷ്യനെറ്റാണ് സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. ടെലിവിഷൻ പ്രീമിയറിനായിട്ട് കാത്തിരിക്കാം. മലയാള സിനിമയുടെ ആദ്യത്തെ 250 കോടിയിലധികം കളക്ഷൻ കണ്ട സിനിമയാണല്ലോ ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എമ്പുരാൻ. ഇപ്പോഴത്തെ ടെലിവിഷൻ പ്രീമിയറിനായിട്ട് സിനിമ ഒരുങ്ങുകയാണ്. ഏഷ്യനെറ്റാണ് സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമയുടെ ടെലിവിഷൻ പ്രീമിയറിന്റെ കമ്മിങ് സൂൺ അപ്ഡേറ്റ് ഉടനെ തന്നെ പുറത്തുവരും. ഈ ജൂൺ മാസം അവസാനത്തോടെ സിനിമയുടെ ടെലിവിഷൻ പ്രീമിയർ പ്രതീക്ഷിക്കുന്നുണ്ട്. കാത്തിരിക്കാം സിനിമയുടെ TRP ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾക്ക്.